നമസ്കാരം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് ഹിന്ദുക്കൾ. അതേ സമയത്ത് അവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഭഗവാൻ ശ്രീരാമൻ്റെയും സന്ദേശങ്ങൾ മനസ്സിലേറ്റി നടക്കുന്നവരാണ്. പൊറുതി മുട്ടുക എന്ന് പറയില്ലേ, സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാകുക എന്ന് പറയില്ലേ. പഞ്ചപാണ്ഡവന്മാർ, അവരെ കൗരവന്മാരെ തോൽപ്പിക്കുക എന്നാൽ പഞ്ചപാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ഒരു രാവാനുണ്ടായാൽ മാത്രം മതി. അല്ലെങ്കിൽ ഭീമൻ്റെ മകനുണ്ട് ഘടോൽക്കജൻ, മാത്രം മതി. മായാവാദിയാണ്, മായായുദ്ധവാദിയാണ്. എന്നിട്ടും ശ്രീകൃഷ്ണൻ തന്നെ നേരിട്ട് പോയിട്ട് രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചു, കൊടുത്തില്ല. കാൽഭാഗം ചോദിച്ചു, കൊടുത്തില്ല. എന്തിനു പറയേ, സൂചി കുത്താൻ ഇടം കൊടുക്കില്ലെന്ന് പറഞ്ഞവരാണ് കൗരവന്മാർ. അവസാനം എന്തായി നമുക്കറിയാം. സമന്ത പഞ്ചകത്തിന് വളമായിട്ട് അവരുടെ മജ്ജയും മാംസവും രക്തവും അലിഞ്ഞു ചേർന്നു. 100 പേരുടെയും. 101ാമത് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം മാത്രമേ രക്ഷപ്പെട്ടത്, യുയുത്സു. ആ കഥ വേറെ. ഞാനിത് പറയാൻ കാരണം, ഇന്നിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ നടമാടുന്ന വ്യവസ്ഥയുമായിട്ട് മുസ്ലിങ്ങൾ കാണിച്ചു കൂട്ടുന്ന അർമാദിത്വം, അഹങ്കാരം, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയാൻ എനിക്ക് തോന്നിയത്. ആവശ്യത്തിലേറെയുള്ള അഹങ്കാരമാണ് ഇപ്പോൾ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ അവസാനിച്ചു. ഇതുവരെ കോൺഗ്രസിൻ്റെ തണലിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരൊറ്റയടിക്ക് വഞ്ചനയുടെയും ചതിയുടെയും വക്താക്കളായിട്ട് മാറിയിട്ട് ഇപ്പോൾ വിജയൻ്റെ പാർട്ടിയിലെടുത്ത് ചാടി. അവരവിടെ നിന്നാലും ഇവിടെ നിന്നാലും കണക്കന്നെ. ഉത്തരേന്ത്യയിൽ അവരുടെ അഹങ്കാരം ബുൾഡോസർ കൊണ്ട് തീർത്ത് വെച്ചു. ഇപ്പോൾ വലിയ അഹങ്കാരമില്ല അവിടെ. എനിക്ക് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വാർത്തകൾ ഒക്കെ എനിക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തലയും താഴ്ത്തി നടപ്പാണ് അവർ. ഇപ്പോൾ ബംഗ്ലാദേശ്, വംഗദേശമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് ഇന്ത്യയെ വിഭജിച്ച് കൊണ്ടുപോയതാണ്. അവിടെ ഹിന്ദുക്കളുണ്ട്, അവിടെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. അവിടെ പാകിസ്ഥാനിൽ ഹിന്ദു ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും ഹിന്ദുക്കളെ അടക്കം അവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. മരുന്നിന് അവിടെ ഇവിടെയായിട്ട് കുറച്ചുണ്ട്. അങ്ങനെ ആയിരുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് ബംഗ്ലാദേശിനെയും കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളും നടത്തി. ഇപ്പോൾ അവിടെ പലപ്പോഴായിട്ട് രക്തം ചൊരിച്ചിൽ നടക്കുകയാണ്. ഇന്നലെ ഢാക്കയിൽ, ബംഗ്ലാദേശ് തലസ്ഥാനത്ത് 10,000-കണക്കിന് ഹിന്ദുക്കളാണ് ഒത്തുചേർന്നത്. വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. അവരുടെ മുദ്രാവാക്യം ഇത്ര മാത്രമേ ഉള്ളൂ: ജയ് ശ്രീരാം, വേറൊന്നും വേണ്ട. ബംഗ്ലാദേശിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ശ്രീരാമ പ്രതിമ, വലിയ ശ്രീരാമ പ്രതിമയാണത്. അത് ഇവിടെ വെച്ച് നടത്താൻ പാടില്ലെന്ന് ആ പണി തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. കൊടുത്തു വാങ്ങുക എന്ന് പറയില്ലേ, ചോദിച്ചു വാങ്ങുക എന്ന് പറയില്ലേ, അതാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമൻ്റെ ചിത്രത്തെ അപമാനിക്കുന്നു. ഇവിടെയും അത് തന്നെയല്ലേ ചെയ്യുന്നത്. വകതിരിവില്ലാത്ത അവിവേകികളായിട്ടുള്ള പിള്ളേർ ചെയ്യുന്നത് എന്താണ്? ആരാണ്ടാ രാമൻ, ആരാണ്ടാ സുകുമാരൻ, ഏതവനാടാ വെള്ളാപ്പള്ളി, ഏതവനാടാ ശ്രീകൃഷ്ണൻ. സുഖമായിട്ട് അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതാരും അറിയില്ലെന്ന് വിചാരിക്കരുത്.
ഇനി ആ ചന്ദ്രതാരകം ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് നോക്കൂ, എന്തെല്ലാം ഒരാൾ പറഞ്ഞത് 10 കൊല്ലത്തെ കാടൻ ഭരണം ദേ നന്നായി, ഇത് 1 മാസം കൊണ്ട് നന്നായി എന്ന്. ഇതാണ് PR വർക്ക്. ഇനി നന്നായി നന്നായി ഗംഭീരമായി ഗംഭീരമായി എന്നിത്യാദി കാര്യങ്ങൾ. ഇപ്പോൾ കണ്ടില്ലേ, സലീം കുമാറിന് പ്രതിമ വന്നു. ഇതിൽ പരമിനി എന്താണ് ഒരു ഗവൺമെൻറ്റിന് ചെയ്യാനുള്ളത്? സലീം കുമാറിന് പ്രതിമ വന്നു. ഊമ്പായിക്ക് പ്രതിമ വന്നു. ആരാണ്ടായി ഊമ്പായി? ഞാനിവിടെ പലരും, എനിക്കറിയാം അയാളൊരു ഹാർമോണിസ്റ്റ്, പക്ഷെ പലരോടും വിളിച്ചു ചോദിച്ചാൽ ഏതായി ഊമ്പായി? അപ്പോൾ അവർ പറഞ്ഞു ഊമ്പായിയെ ഞങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ പകുതി വെച്ച് പറഞ്ഞ കുറേ എണ്ണം ഇവിടെയുണ്ട്. ഊമ്പ് ആയികൾ കുറേ എണ്ണം ഇവിടെയുണ്ട്. ഈ ഊമ്പായി എന്ന് പറയുന്ന പാട്ടുകാരനെ ഞങ്ങൾ അറിയില്ല. അപ്പോൾ ഊമ്പായിക്കുമായിട്ടുണ്ട് ഇപ്പോൾ അതിനും കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ പരമ്പര എന്താ വേണ്ടത്? അത്ര മതി. പക്ഷേ പിന്നാലെ വരുന്നുണ്ട്, പെൻഷൻ കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അതെന്തോ ആവട്ടെ. അപ്പോൾ PR വർക്ക് ആരംഭിച്ചു. ഇനി സതീശൻ തൂറിയതും മുള്ളിയതൊക്കെ കർപ്പൂരത്തിൻ്റെ മണാണെന്ന് പറയും. അവിടേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ബംഗ്ലാദേശിൽ ഈ ഒരു അവസ്ഥ, ഹിന്ദുക്കളെ അപമാനിക്കുക, ഹിന്ദുക്കളുടെ നേതാക്കന്മാരെ, ഹിന്ദുക്കളുടെ അമ്പലത്തിനെ, ഹിന്ദുക്കളുടെ ദൈവങ്ങളെയൊക്കെയും അപമാനിക്കുക, അത് കുറച്ചു കാലമായിട്ടുള്ള കാര്യമാണതവിടെ. ആവശ്യമില്ലാതെ കുളം കലക്കുകയാണ് ചെയ്യുന്നത്. ആ കുളം കലക്കലിൻ്റെ മൂർധന്യതയാണ് നമ്മൾ ഗുജറാത്തിൽ കണ്ടത്. ഇപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ദൈവത്തെ മാത്രമേ പേടിയുള്ളൂ. ഈ ശവങ്ങൾ RSകാരെന്ന് കേട്ട വിറയ്ക്കും. ഗുജറാത്തിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. അവിടെ മണിനാറിലുണ്ടായിരുന്നു, വട്ടുവയിലുണ്ടായിരുന്നു, കൊക്രയിലുണ്ടായിരുന്നു, കാളിപ്പോടിലുണ്ടായിരുന്നു. ആ ഭാഗം അവിടെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ എല്ലാം തലതാത്തി നടപ്പാണ്. ശരിക്കൊന്ന് നിരത്തി. ആ നിരത്തിയത് എങ്ങനെയാണ്? വ്യക്തികളെ നിരത്തിക്കഴിഞ്ഞാൽ 50 കുടുംബങ്ങൾ, 50 കുടുംബങ്ങൾ കൂടി 50 കോടി രൂപ. അതിലൊരു 25 പേരെ കൊന്നു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള 25 പേരുടെ 50 കോടി ഇരിക്കുക. അപ്പോൾ ഒരു ശക്തന്മാരായിട്ട് മാറുന്നു. സാമ്പത്തിക ശക്തി ആയതുകൊണ്ട് തന്നെ അവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിലപ്പുറം അവരുടെ കടകൾ കാമ്പിളിച്ച് പൂശി എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ എക്കണോമി, അവരുടെ സാമ്പത്തികം തകർന്ന് തരിപ്പണമായി. കൊടുത്തു വാങ്ങിയതല്ലേ, ചോദിച്ചു വാങ്ങിയതല്ലേ അവർ. ഗോദ്രയിൽ തുടങ്ങി പിന്നെ ഗുജറാത്തിലാകെ പടർന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ഇനി ഢാക്കയിലും വരാൻ പോകുന്നത്, അഥവാ ബംഗ്ലാദേശിൽ വരാൻ പോകുന്നത്. അവിടെ ഈ ഹൈന്ദവ സംഘടനകൾ വേണ്ടത്രയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഢാക്കയിൽ ഇപ്പോൾ രാത്രി പകലാണ്, പകൽ രാത്രിയാണ്, സമരമാണ്, പന്തം കൊളത്തിയ പ്രകടനമാണ്, ജയ് ശ്രീരാം വിളികളുമായിട്ട് 10,000-കണക്കിന് ആളുകളാണ് അവിടെ അണിനിരന്നത്. ഒരാൾ ജയ് ശ്രീരാം വിളിക്കുന്ന സമയത്ത് തനിക്ക് എന്തിൻ്റെ കേടാൻ ചോദിക്കാം, 2 ആൾ വിളിക്കുന്ന സമയത്ത് തനിക്ക് എന്തിൻ്റെ കേടാൻ ചോദിക്കാം. പക്ഷേ ഒരോളത്തെ തടഞ്ഞു നിർത്താൻ ഒരു കൈ മതി. ചെറിയൊരു തിരമാല വന്നാൽ നമുക്ക് ഓടി പുറകോട്ട് മാറാം. സുനാമി വന്നാലോ? ഇത് ഈ തെണ്ടിത്തെമ്മാടികൾ മനസ്സിലാക്കുന്നില്ല. ഈ വേഷം കെട്ടി തൊപ്പിയും വെച്ച് ഇവിടെ കുറച്ച് ചായവും വെച്ച് തേച്ച് നടക്കുന്ന, ഏതൊരു ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന ഇവന്മാരത് മനസ്സിലാക്കുന്നില്ല. അവസാനം കയറി വരുന്ന സുനാമി ആയിരിക്കും. അധികം താമസിക്കില്ല അത് കേരളത്തിലും എത്താൻ. ബംഗ്ലാദേശിലെ രംഗ്പൂരിന് സമീപം ഗായ്ബന്ധ അവിടെ ജില്ലയിലെ പനാഷ് ബാരിയിലാണ് ഈ പ്രതിമ നിർമ്മിക്കുന്നത്. അതിന് 81 അടി ഉയരമാണുള്ളത്. 81 ഒരു കണക്കാണ്. 108 കൂട്ടുമ്പോൾ 9, 18 കൂട്ടുമ്പോൾ 9, 81 കൂട്ടുമ്പോൾ 9. അതൊരു കണക്കാണത്.
അത്ര അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമയുടെ നിർമ്മാണം ഈ തീവ്ര ചിന്താഗതിയുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. ഒരു ക്ഷേത്ര സമുച്ചയമുണ്ട് അവിടെ. ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഭാഗമായിട്ട് 22 കോടി ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതിയുടെ 80% ഏകദേശം പൂർത്തിയായി എന്ന് സാരം. ഇതിൻ്റെ പിന്നാലെയാണ് ഈ മാസം ആദ്യം നടക്കുന്ന ഒരു പ്രതിഷേധത്തിനിടെ അക്രമികൾ ശ്രീരാമൻ്റെ ചിത്രത്തിന് മേൽ ചെരുപ്പ് വെച്ച് അപമാനിച്ചത്. അതാണ് ഇപ്പോഴത്തെ വൻ പ്രതിഷേധത്തിന് കാരണമായത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നൊക്കെ കീഴ്ശ്വാസം വിടുന്ന ഈ തെണ്ടിത്തെമ്മാടി ഇസ്ലാമിസ്റ്റുകൾ അവിടെ കാണിക്കുന്നത് ഇപ്പം എന്താണ്? വീണ്ടും ഞാൻ പറയട്ടെ, ചോദിച്ചു വാങ്ങുകയാണ് അവർ. നമ്മൾ യോഗിയെ കുറ്റം പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിങ്ങൾ എന്തിനാ അങ്ങനെ ദ്രോഹിക്കുന്നതെന്ന്. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുകയാണ്. എങ്ങനെ ദ്രോഹിക്കാതിരിക്കും? എന്നോട് കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ, മറ്റുള്ളവരും കാണുന്നുണ്ട്. ഇവിടെ RSS അല്ലാത്ത ഹൈന്ദവ സംഘടനകളുണ്ട്. അവരെന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, സ്വാമിജി ഞങ്ങളുടെ എന്തെങ്കിലും സഹായത്തിൻ്റെ ആവശ്യം വേണം. നമ്പറുകളുമുണ്ട്. ഞാൻ ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടിമയായി പോവില്ലേ? ഭീഷണികൾ വരുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. എൻ്റെ ശരീരത്തിൽ നിന്ന് രോമം പറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് അയ്യോ ദേ സന്യാസി, അത് എൻ്റെ ശവശരീരം കൊണ്ട് ദഹിപ്പിക്കാനാൽ ആളുണ്ടായത് വരില്ല. അതിനിവിടെയുള്ള തമിഴന്മാരേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ കെട്ടിപ്പൊക്കും. ഞങ്ങളുടെ സർവസ്വമായിരുന്ന് അയാൾക്ക് ആത്മീയ നേതൃത്വം തന്നിരുന്ന് ആ മഹാപുരുഷനെ കൊന്നു എന്നും പറഞ്ഞ് എനിക്കിനിയൊന്നും നഷ്ടപ്പെടാനില്ല. ഞാനുള്ള സത്യം വിളിച്ച് പറയുന്നു. വീണ്ടും വീണ്ടും പൊട്ടന്മാരായിട്ടുള്ള മദ്രസ പൊട്ടന്മാരെ അറിയാൻ പറയുകയാണ്. ഞാൻ വരികൾക്കിടയിൽ പോലും സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചിട്ടില്ല. മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇസ്ലാമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, നബി തിരുമേനിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അള്ളാഹു എന്ന സങ്കല്പത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ കാര്യമല്ല. പക്ഷേ ഈ നാടിനെ കുളം കലക്കുന്ന രീതിയിൽ വൃത്തികേട് കാണിക്കുന്ന പാണക്കാട് അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലീഗോളികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് കുറേ പിള്ളേർ പറയും നിങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം അന്വേഷിച്ചാൽ മതിയെന്ന്, മുസ്ലിങ്ങളുടെ കാര്യം ഞങ്ങൾ അന്വേഷിക്കാം. എവിടെയാണ്ടാ നീ ജീവിക്കുന്നത്? സോവറിൻ ഡെമോക്രാറ്റിക് സൊസൈറ്റിയാണത്, ഇന്ത്യയാണത്. നീ അവിടെ തോറി നിറച്ചു കഴിഞ്ഞാൽ എവിടേക്ക് നാറ്റം വരും. അപ്പം നിൻ്റെ ആസനത്തിൽ ആപ്പിടേണ്ടത് ഞങ്ങളെല്ലാവരും ഡ്യൂട്ടിയാണ്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്. ഞാൻ താമസിക്കുന്നത് ഹിന്ദുസ്ഥാനത്തിലാണ്, വാടകയ്ക്കല്ല, വിസ എടുത്തിട്ട് താമസിക്കുന്നതല്ല. ഇതെൻ്റെ നാടാണ്. നീയൊക്കെ ഇന്നലെ കയറി വന്നവനാണ്. ആ ഒരു ബോധം നിനക്കുണ്ടാവണം. ആ ബോധം ഉണ്ടായില്ലെങ്കിൽ നീ കയറി വന്നവനാണ്. ആ ബോധം ഉള്ളുണ്ടെങ്കിൽ നീ ഇന്ത്യക്കാരനാണ്. എല്ലാവരും സ്ഥിതി അതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്ക് സന്യാസി എന്ന് കേൾക്കുന്നത്, ബിംബാരാധന എന്ന് കേൾക്കുന്നത്, ഗീത എന്ന് കേൾക്കുന്നത്, അമ്പലം എന്ന് കേൾക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറപ്പുണ്ടാക്കണോ വെറുപ്പുണ്ടാക്കണോ അല്ലേ? പോടാ നീ പാകിസ്ഥാനിലേക്ക്, പോടാ പാകിസ്ഥാനിലേക്ക്, നിൻ്റെ സ്വന്തം രാജ്യത്തേക്ക് പോടാ നീ. സൗദി അറേബ്യയിലേക്ക് പോടാ. സൗദി അറേബ്യയിലേക്ക് പോകാം, ഒരു കൊല്ലത്തെ വിസ കിട്ടും. അത് കഴിഞ്ഞാലോ അതിന് ഒരു ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ 1.5 കൊല്ലം ജയിലിലിട്ടാ പറഞ്ഞയക്കുക അവിടേക്ക്. അതൊന്നും നിൻ്റെ നാടല്ല, അത് മുസ്ലിങ്ങളുടെ നാടല്ല, അത് സൗദികളുടെ നാടാ. ഓ നമ്മളുടെ എന്താ നമ്മളുടെ, നീ എന്ത് വെറുതെ ഒന്ന് പോയി വാ. നമ്മളുടെ നാട് ഇന്ത്യയാണ്. ഞാൻ കേരളത്തിലായിരുന്നു, ഇതേപ്പോൾ തമിഴ്നാട്ടിലാണ്. നാളെ ഇവിടെ ഇത് സെയിൽ ചെയ്തിട്ട് എനിക്ക് വേണമെങ്കിൽ കാശിയിലേക്ക് പോകാം, ഉത്തരേന്ത്യയിലേക്ക് പോകാം, എവിടെ വേണമെങ്കിൽ പോകാം, അല്ലെ ആന്ധ്രാപ്രദേശിൽ പോകാം. ഇപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ച ഈ സ്ഥലം വലിയ രൂപത്തിൽ കുത്തനെ ഉയർന്നിരിക്കുകയാണ് അതിൻ്റെ വില. ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ സ്ഥലമുണ്ട് അവിടെ. അത് മിലിറ്ററിക്കാരുടെ സ്ഥലമാണത്. അവരിപ്പോൾ അത് ആ സ്ഥലത്ത് അവിടെ വൻ വികസന പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്, ഹെലിപാഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്.
നമ്മുടെ ഏഴിമല പോലെയുള്ള ഒരു സ്റ്റേഷനാക്കാൻ പോവുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ആൾക്കാർ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്. ഒരു മുതലാളി, വലിയൊരു മുതലാളിയാണ്. അങ്ങനെ മധുരയിൽ മാങ്ങാത്തോട്ടത്തിൻ്റെ മുതലാളിയാണ്. 1.5 ഏക്കർ സ്ഥലമല്ല കേട്ടോ, വലിയ ഫാക്ടറിയാണ്. ഈ മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറിയാണ്. മാമ്പഴ തോട്ടമുണ്ട് കിലോമീറ്ററുള്ള നീളത്തിൽ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സ്ഥലം വാങ്ങിച്ചിട്ടുള്ള മുഴുവൻ അവിടെ കൃഷി സ്ഥലമായിരുന്നു. അവിടേക്ക് അനുമതി കിട്ടിയിരുന്നില്ല. ഇപ്പം അനുമതി കിട്ടിയ സമയത്ത് അങ്ങനെ അവിടെ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് ട്രാക്ടറൊക്കെ കൊണ്ടുവന്ന് നിരപ്പാക്കി അതിൻ്റെ നടുവിൽ റോഡ് പോലേക്കും വെട്ടി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സ്വാമി എന്തെങ്കിലും ഈ സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മതി എന്ന്. ഞാൻ പറഞ്ഞു വിൽക്കാം, എന്ത് തരുന്നു ചോദിച്ചു. സ്വാമി പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ പറമ്പിൻ്റെ ഒരു വശത്ത് വലിയ റോഡാണ്, ഇപ്പുറത്ത് എൻ്റെ ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്കൊരു ആക്സസ് ഉണ്ടാകും. ഏകദേശം ഒരു 30-35 അടി വീതിയിൽ ഒരു 10-80 അടി നീളത്തിൽ ഒരു ആക്സസ് ഉണ്ടാകും. എന്ത് വേണി തരാം. ഞാൻ പറഞ്ഞു എന്തൊന്നും വേണ്ട, ഇവിടെയുള്ള വില. പിന്നെ ഞാനിത് കൊടുക്കുകയാണെങ്കിൽ ഈ സാധനങ്ങൾ മുഴുവൻ കെട്ടിപ്പേറി എനിക്ക് അവിടേക്കും പോകാൻ പറ്റില്ല. ഇനി എൻ്റെ ലക്ഷ്യം ഉത്തരേന്ത്യയാണ്. എനിക്കവിടെ കാശിയിലോ അല്ലെങ്കിൽ അങ്ങനെ ബനാറസിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഗംഗാ തീരത്ത് കിടന്ന് മരിക്കണം, അല്ലെങ്കിൽ യമുന തീരത്ത്, അതല്ലെങ്കിൽ നർമ്മദയുടെ തീരത്ത്. അതാണ് എൻ്റെ ആഗ്രഹം ഗുജറാത്തിൽ. നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ചോദിച്ചത്. ഞാൻ ഈ വാങ്ങിക്കുന്ന സമയത്തുള്ള വിലയുടെ 10 ഇരട്ടിയാണ് ഇപ്പോഴത്തെ വില. 10 ഇരട്ടി. എന്നെ അതിശയിപ്പിക്കുന്നൊരു വിലയാണ് അദ്ദേഹം പറഞ്ഞത്. 2.5 കോടി രൂപ. അപ്പം അത് എനിക്ക് വേണ്ടി കൊടക്കാം. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തോ ഒരു കാര്യത്തിന് അനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും എവിടെ നിന്ന് തുടങ്ങിയെന്ന് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നില്ല, അനുബന്ധമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും എൻ്റെ ലാസ്റ്റ് അബോർഡ് ഇറ്റ് ഷുഡ് ബി ദാറ്റ് ഈസ് ബാങ്ക് ഓഫ് ഗേഞ്ചസ്. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നതല്ല, പക്ഷെ ഇപ്പോൾ കാര്യമായിട്ട് ചിന്തിക്കുന്നു. അദ്ദേഹം മധുരയിലാണ്, ഒറ്റ ഫോൺ മതി, ബാക്കിയെല്ലാം അദ്ദേഹം ചെയ്യും. ഏതായാലും അത് പോട്ടെ, നമുക്ക് ഓർമ്മ വരുമ്പോൾ നമുക്ക് ആ കണക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ 80% പണികളും ഇവിടെ പൂർത്തീകരിച്ചതാണ്. ഇതിൻ്റെ ഇടയിലാണ് ശ്രീരാമൻ്റെ ചിത്രത്തിൻ്റെ മേൽ ചെരുപ്പ് വെച്ചിട്ട് അപമാനിച്ചത്. ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. താരിഖ് റഹ്മാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള BNP സർക്കാർ അത് നിഷ്ക്രിയത്വം പാലിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഈ മതസ്പർദ്ധ വന്നാൽ അങ്ങനെയാണല്ലോ, ഭരണാധികാരികൾ മുങ്ങും. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ 72 മണിക്കൂർ സമയം നൽകിയിട്ടുണ്ട് ഹൈന്ദവ സംഘടനകൾ. പ്രതിമ നിർമ്മാണത്തിന് അനുമതി നൽകിയില്ലെങ്കിൽ ബംഗ്ലാദേശിലെ എല്ലാ ജില്ലകളിലും, ഇതാണ് ഹിന്ദു ഉണരുന്നു എന്ന് പറയുന്നത്, സ്വയമേവ മൃഗേന്ദ്രത. അവൻ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും പാരമ്പര്യം പേറുന്നവരാ. ആയതുകൊണ്ട് തന്നെ കെഞ്ചി പറയും, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ തവിടുപൊടിയാക്കും. ആണ് കൗരവന്മാർക്ക് സംഭവിച്ചത്. ഇവിടെ ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ പ്രതിമയ്ക്ക് നിർമ്മാണത്തിന് അനുമതി നൽകിയില്ലെങ്കിൽ ബംഗ്ലാദേശിലെ എല്ലാ ജില്ലകളിലും രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ഹിന്ദു മഹാജോട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മതകാര്യ മന്ത്രാലയത്തോട് ഇവർ നിവേദനം
സമർപ്പിക്കും. അതുകൂടാതെ രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. എന്ന് പൂജ സെലിബ്രേഷൻസ് നാഷണൽ കമ്മിറ്റിയും അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാർ ഢാക്കയിലെ ഷാബാഗ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് നാഷണൽ പ്രസ് ക്ലബിലേക്ക് മാർച്ച് നടത്തിയിട്ട് തുടർന്ന് മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്തിട്ടുണ്ട്. രംഗ്പൂരിൽ പ്രതിഷേധ പ്രകടനം തടയാൻ പോലീസ് ശ്രമിച്ചത് അതവിടെ ഒരു കലാപത്തിനിടയാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹിക്കാവുന്നിടത്തോളം സഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർ പ്രതികരിക്കുകയാണ്. അവിടെ വീഴുകയാണ് തീവ്രവാദി ഇസ്ലാമിസ്റ്റുകൾ. ഈ വർഷം ജനുവരി 1 തുടക്കത്തിൽ അത് മുതൽ 3 മാസം മാർച്ച് 31 വരെയുള്ള കാലയളവിൽ മാത്രം 133 വർഗീയ ആക്രമണ സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ തന്നെയുള്ള മുസ്ലിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞെന്താണ്, ഇന്ത്യയിൽ ഞങ്ങൾ സുഭദ്രമായിട്ട് ജീവിക്കുന്നു, സുരക്ഷിതത്വമുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന പ്രതീതി ഞങ്ങൾക്കുണ്ട്, സന്തോഷമാണ് ഞങ്ങൾക്കെന്ന്. ഇവിടെ പള്ളികളുണ്ട്, പള്ളികൾ തകർക്കുന്നുണ്ട്. അതെങ്ങനെ? അനധികൃതമായിട്ട് മറ്റുള്ളവരെ നെഞ്ചത്ത് കൊണ്ടുവച്ച പള്ളികൾ, അത് മാത്രമേ തകർക്കുന്നുള്ളൂ. അല്ലാതെ വേണ്ടത്ര പള്ളികൾ ഇവിടെയുണ്ട്. നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ അടിവാഞ്ചി കെട്ടുന്നില്ല. അല്ലാത്ത കുറേ എണ്ണമുണ്ട്. ഈ കൂപത്തിനകത്തിരുന്ന് കുഴലിൻ്റെ ഉള്ളിൽ കൂടെ ലോകം നോക്കി കാണുന്നവർ, അവർക്ക് മറ്റൊന്നും കാണാൻ പറ്റില്ല. അവരാണ് ഈ വെല്ലുവിളികളും കാര്യങ്ങളും നടത്തി മറ്റുള്ള സമുദായത്തിലുള്ള ആളുകളെ അവരുടെ ശത്രുക്കളാക്കി മാറ്റുന്നത്. ഒരാൾ ചോദിച്ചത്, നിങ്ങളെന്തിനാ തലയെക്കെട്ട് കെട്ടിയിട്ടുള്ളതെന്ന്. ഇതിലൊക്കെ എന്തുത്തരാണ് പറയാൻ പറ്റുക? ഇതൊക്കെ ഞങ്ങളുടെ അവകാശത്തിൽ പെട്ടതാണെന്ന് കരുതുന്ന ആൾക്കാരാണ് ഇവർ. ഈ തെണ്ടി തമ്മാടികൾ, ഈ പാണക്കാടിൻ്റെ അടിമകൾ, ഈ മുസ്ലിം ലീഗിൻ്റെ അടിമകൾ, ഇവരാണ് കൊളത്തി വിടുന്നത്. പക്ഷേ കത്തുന്ന സമയത്ത് നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളും അതിൽ പെടുന്നു മാത്രം. പള്ളികൾ ഉയരട്ടെ, അമ്പലങ്ങൾ ഉയരട്ടെ, എല്ലാവരും മതങ്ങൾ ഹൃദയത്തിൽ കയറ്റട്ടെ, തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല, നല്ല മനോഭാവത്തിൽ ജീവിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ മുഹമ്മദ് നബി പ്രവാചകൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മതമായിക്കോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമായിക്കോട്ടെ, നമുക്ക് അന്യോന്യം കൈ കൊടുത്ത് ദിവസം കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജീവിക്കാം. പക്ഷേ തീ കൊളുത്താൻ നടക്കുന്നൊരു വർഗം ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട്, അത് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലുള്ള ആ വർഗത്തിലെ യോഗി എന്നൊരുവൻ മാത്രം നിന്നുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ യോഗി അയാൾക്ക് യോജിക്കാത്ത വസ്ത്രം ധരിച്ചിട്ടുള്ളതെന്ന്, രാഷ്ട്രീയത്തിൻ്റെ വസ്ത്രം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം ലീഗ് മറ്റേ ലീഗോളികൾക്ക് മാത്രമുള്ളതല്ല. പാണക്കാടൻ ആയിരക്കണക്കിന് പള്ളികളുടെ മറ്റെന്തോ ഒരു സാമാനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവനെന്തിനാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ എന്തിനാണ് പഞ്ചപാണ്ഡവന്മാരുടെ കൗരവ യുദ്ധത്തിൽ പങ്കെടുത്തത്? എവിടെയൊക്കെയാണോ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ, അതിന് മുമ്പിൽ വരുന്ന സന്യാസിമാർ തന്നെയായിരിക്കും, കാവ്യവസ്ത്രധാരികൾ തന്നെയായിരിക്കും. ഇപ്പോൾ യോഗി ഭരിക്കുന്ന ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അടിയില്ല, തല്ലുമില്ല, വെട്ടുമില്ല, കുത്തുമില്ല, ക്ലീൻ 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 ക്ലീൻ. ഇനി എവിടെയെങ്കിലും ക്ലീൻ അല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പറയും, ആ ഒരു 2 ബുൾഡോസർ അങ്ങോട്ട് പോട്ടെ, കാര്യം കഴിഞ്ഞു. സുവേന്ദു അധികാരി, ബംഗ്ലാദേശ് മുഖ്യമന്ത്രി, ബംഗാൾ മുഖ്യമന്ത്രി,
BJPയുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, രഹസ്യമായിട്ടുള്ള ഇടപെടലുകൾ ബംഗ്ലാദേശിൽ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സുവേന്ദു അധികാരിയുടെ പുറകിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രി മോഡിജി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മോഡിജിയുടെ പുറകിൽ RSS ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. ഒന്നേ പറയാനുള്ളൂ, ജയ് ശ്രീരാം എന്ന വിളി, ശ്രീരാമൻ എന്ന അഭിധ ഈ നാടിൻ്റെ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ അതിൽ അരോചകത്വം കാണാതെ ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ഹിന്ദുവിന് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വിഷമമില്ല. അതുപോലെ നിങ്ങളും പഠിക്കണം ജയ് ശ്രീരാം എന്ന് പറയാൻ. അപ്പം പ്രശ്നം അവിടെ തീരും. നമസ്കാരം.